തൃശ്ശൂരിലുള്ള അവസാനവട്ട ഓരോ തവണ ഓരോ റൗണ്ടിലെയും എണ്ണിയ വോട്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. 2019 അപേക്ഷിച്ച് BJPക്ക് 1,15,417 അധിക വോട്ടുകൾ ലഭിച്ചു. തൃശ്ശൂരിൽ 2019 നേടിയ വോട്ടുകളിൽ നിന്ന് 90,658 വോട്ടുകൾ UDFന് കുറവ് വന്നിരിക്കുന്നു എന്ന വിവരം. LDFന് അതേസമയം 12,704 അധിക വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പോയ വോട്ടുകൾ UDFന്റേതാണെന്നുള്ള കണക്കുകളാണ് വരുന്നത്. പക്ഷെ അത് അന്തിമ കണക്കല്ല. അന്തിമ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഫലം ഡിക്ലെയർ ചെയ്ത് അതിന്റെ പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം വരുമ്പോൾ മാത്രമാണ് അന്തിമ ഫലം കിട്ടുന്നത്. ഇത് നമുക്ക് ഡാനി അയച്ചു തന്നിട്ടുള്ള കണക്കുകളാണ്. ഇത് ആറ്റിങ്ങലിലേക്കൊന്ന് പോകണം. ലീഡ് കുറഞ്ഞിട്ടുണ്ട്. വിജോയുടെ 1534 ആയിട്ട് ലീഡ് കുറഞ്ഞിരിക്കുന്നു ഉറ്റുനോക്കുന്ന മണ്ഡലം. അതേസമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം 3 ലക്ഷം വോട്ടുകൾ കടന്നിരിക്കുന്നു വി മുരളീധരൻ. അതായത് ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരമാണ് ആറ്റിങ്ങലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാകുന്ന രീതിയിലേക്ക് BJPയുടെ ആറ്റിങ്ങലിൽ വോട്ട് ഷെയർ ഉയർത്താൻ BJPക്ക് വലിയ രീതിയിൽ വോട്ട് ഷെയർ ഉയർത്താൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ മത്സരം കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പോലും പ്രവചനാതീതമായി ആറ്റിങ്ങൽ തുടരുന്നതിന് കാരണം വി മുരളീധരൻ പിടിച്ച വോട്ടുകളാണ്. നമുക്കറിയാം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അവിടെ പലയിടങ്ങളിലും വി മുരളീധരൻ 1ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുരേന്ദ്രൻ ഉയർത്തിയെടുത്ത ആ വോട്ട് ഷെയറിൽ നിന്നൊരു ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് BJPക്ക് ബാധിക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും. ടോം കുര്യാക്കോസും നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ. ടോം, UDFനെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം, കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷം ഉയർത്തുക, പ്രധാനപ്പെട്ട സ്റ്റാർ മണ്ഡലങ്ങളിലെല്ലാം അതിനെല്ലാം കഴിഞ്ഞൊരു സാഹചര്യം അവിടെ ഉണ്ട്. തൃശ്ശൂരിൽ ഉള്ള തിരിച്ചടി അവിടെ നിൽക്കുമ്പോൾ പോലും ഏത് തരത്തിലാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ അടക്കം UDF വിലയിരുത്തുന്നത്? ഏത് തരത്തിലാണ്? അവർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെമ്പാടും UDF തരംഗം, UDF അനുകൂല തരംഗം ആഞ്ഞു വീശിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ വലിയ നേട്ടമുണ്ടാക്കിയത് UDFന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള മധ്യ കേരളത്തിൽ തന്നെയാണ്. പ്രധാനമായും ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ. എറണാകുളത്ത് ഹൈബീഡിൻ്റെത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബീഡൻ 1,62,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ KJ ഷൈൻ, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി KJ ഷൈൻ വന്നപ്പോൾ അത് വലിയ രീതിയിൽ ഒരു സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊക്കെയായിരുന്നു CPM വിലയിരുത്തിയത്. കഴിഞ്ഞ തവണ P. രാജീവ്, കരുത്തനായ CPMന്റെ കരുത്തനായ സ്ഥാനാർത്ഥി P. രാജീവ് ഇവിടെ മത്സരിച്ചപ്പോൾ വലിയ കനത്ത പരാജയം നേരിട്ടുവെങ്കിൽ ഇത്തവണ അതിനേക്കാൾ വലിയ രീതിയിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് എറണാകുളത്ത് നേരിടേണ്ടി വന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ P. രാജീവ് 3,22,210 വോട്ടാണ് നേടിയതെങ്കിൽ ഇത്തവണ KJ ഷൈൻ്റെ പ്രകടനം വളരെ മോശമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം KJ ഷൈൻ 2,30,000 വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതായത് ഇടതുപക്ഷത്തിൻ്റെ 1 ലക്ഷത്തോളം വോട്ടിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഹൈബീഡനുമായി തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം ഹൈബീഡനുമായോ അതോടൊപ്പം എറണാകുളത്തെ കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയും. ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഈ വോട്ടെണ്ണലിന് മുൻപ് തന്നെ അവർ പറഞ്ഞത് ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയുമെന്നായിരുന്നു. അത്ര വലിയ ആത്മവിശ്വാസമൊന്നും, അതായത് ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമൊന്നും കോൺഗ്രസ് ക്യാമ്പുകളിൽ കണ്ടില്ല. പക്ഷേ വലിയ രീതിയിൽ കോൺഗ്രസ് ക്യാമ്പിനെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം തന്നെയാണ് എറണാകുളത്ത് UDFന് നേടാൻ കഴിഞ്ഞത്. അതായത് 2.5 ലക്ഷം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് പല രീതിയിലുള്ള ഘടകങ്ങളുണ്ടായിരുന്നു. UDFനെ സംബന്ധിച്ച് 2020 ഒരു ഫാക്ടറായിരുന്നു. 2020 കോസ്റ്റൽ മേഖലകളിൽ വോട്ട് ഭിന്നിപ്പിക്കും, UDFന്റെ വോട്ട് ഭിന്നിപ്പിക്കുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നുവെങ്കിൽ പോലും പക്ഷേ ഇത്തവണ ആ രീതിയിൽ ഉണ്ടായില്ല. കാരണം 3,39,000 വോട്ടുകൾ ആന്റണി ജൂഡി, 2020 സ്ഥാനാർത്ഥി ആന്റണി ജൂഡി എറണാകുളത്ത് നേടിയെങ്കിൽ പോലും അത് UDFനെ ഒരു രീതിയിലും ബാധിച്ചില്ല. മാത്രമല്ല BJPയുടെ വോട്ട് ഷെയറിലും വലിയ രീതിയിൽ വർധനമുണ്ടായിട്ടുണ്ട് എറണാകുളത്ത്. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം 1,37,000 വോട്ടാണ് നേടിയതെങ്കിൽ ഇത്തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPയുടെ വോട്ട് ഷെയറിൽ വലിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണ UDFനൊപ്പം നിന്ന ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള കോട്ടയം, ചാലക്കുടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേക്ക് വന്നാലും UDFന് ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയുന്നു. മറുവശത്ത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നിലനിർത്താൻ കഴിഞ്ഞത് UDFനെ സംബന്ധിച്ച് നേട്ടമാണ്. അതേസമയം വോട്ട് ഷെയർ ഉയർത്താൻ BJPയെ സംബന്ധിച്ചുമായിട്ടുണ്ട്.